നോർത്ത് പറവൂർ വള്ളുവള്ളി സൗഹൃദ റെസിഡൻസ് അസോസിയേഷന്റെ 11ാമത് വാർഷികം വിവിധ പരിപാടികളോടെ നടത്തുകയുണ്ടായി. കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിങ്ങുകളിൽ പോയാലും ഞാൻ പലപ്പോഴും ഈ റെസിഡൻസ് അസോസിയേഷന്റെ പേര് പരാമർശിക്കാറുണ്ട്. കാരണം കോട്ടുവള്ളി പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ വാർഷിക സമ്മേളനങ്ങളിലും മറ്റ് ആഘോഷ പരിപാടികളിലൊക്കെ ഞാൻ സംബന്ധിക്കാറുണ്ട്. പക്ഷെ ഇവിടുത്തെ അതിൻ്റെ ഒരു നടത്തിപ്പ്, കൃത്യമായിട്ടുള്ള പ്ലാനിങ്, ആ പ്ലാനിങ് ഞാൻ മറ്റ് എങ്ങും കണ്ടിട്ടില്ല. ഇത് അതിശയോക്തിപരമായിട്ട് പറയുന്നതല്ല. ഞാൻ താമസിക്കുന്നിടത്ത് എൻ്റെ വാർഡിൽ തന്നെ 5 റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യം നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷവേളകളൊക്കെ നടത്തുമ്പോൾ വലിയ ഒരു പിരിവ് നടത്തി ഒക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടത്തിപ്പോരുക. പക്ഷെ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ പണം കണ്ടെത്തിക്കൊണ്ട് അംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ എന്താണോ അത് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭരണാധികാരികൾ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് KT സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. നമ്മൾ പലവിധ വ്യവസ്ഥിതികളുടെയും നടുവിലാണ് ജനിച്ച് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്വാർത്ഥതയുടെ പ്രവണത നമ്മളിലൊക്കെ ഉളവാകാറുണ്ട്. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ആ സ്വാർത്ഥതയുടെ ചെറുതുരുത്തുകളായി നമ്മൾ നിലകൊള്ളാതെ നമ്മുടെ പക്ഷത്ത് നമുക്ക് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പക്ഷം നിന്നുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരോട് ആശ്ലേഷിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥമായ സൗഹൃദത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നത്. സൗജന്യ ഓണക്കിറ്റ് വിതരണ ഉദ്ഘാടനം 14ാം വാർഡ് മെമ്പർ VH ജമാൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് 10ാം വാർഡ് മെമ്പർ ബിജു പുതുശ്ശേരി നിർവഹിച്ചു. മുൻ വാർഡ് മെമ്പർ ജെസി ലാലു, രാജൻ ബാബു, MB ജോണി, KS സുനിൽ ദത്ത്, രതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ട്രഷറർ NB അശോകൻ സ്വാഗതം ആശംസിച്ചു. 135 വീട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ കുടുംബം, പഴയ കാലത്തെ കൂട്ടുകുടുംബം ഉണ്ടാക്കി. ആ കൂട്ടുകുടുംബത്തിൻ്റെ കൂട്ടായ്മയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാവേലി തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും, ലോകത്തിന് മുഴുവനുമുള്ള മലയാളികൾക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. തുടർന്ന് കലാപരിപാടികളും കായിക മത്സരങ്ങളും സ്നേഹവിരുന്നും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.